ചരിത്രം കുറിച്ച സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയെന്ന റെക്കോർഡ് സ്വന്തമാക്കി. 9 തവണയായി 62 മണിക്കൂറിലധികം ബഹിരാകാശത്ത് നടന്നു. നാസയുടെ പെഗ്ഗി വിൻസന്റിന്റെ റെക്കോർഡാണ് മറികടന്നത്. 2017 നാസയുടെ ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിൻസൻ സ്ഥാപിച്ച 60 മണിക്കൂറും 21 മിനിറ്റും എന്ന റെക്കോർഡ് മറികടന്നാണ് സുനിത വില്യംസിന്റെ നേട്ടം. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം ബഹിരാകാശത്തെ താമസം നീട്ടിയതുകൊണ്ടാണ് സുനിതയ്ക്ക് റെക്കോർഡ് സ്വന്തമാക്കാൻ സാധിച്ചത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്തുള്ള 5 മണിക്കൂർ 26 മിനിറ്റ് ബഹിരാകാശ നടത്തത്തിനിടയിൽ വില്യംസ് തന്റെ 9ാമത്തെ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി ലോഗിൻ ചെയ്യുകയും മൊത്തം 62 മണിക്കൂർ 6 മിനിറ്റ് ബഹിരാകാശ നടത്തമെന്ന റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. കൂടാതെ സുനിത വില്യംസും സഹബഹിരാകാശ യാത്രികനായ ബാരി വിൽമോറും ബഹിരാകാശ നിലയത്തിൽ നിന്ന് തകരാറുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് വിജയകരമായി നീക്കം ചെയ്യുകയും ചെയ്തു. അതേസമയം മാസങ്ങളോളം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും യൂജിൻ ബുച്ച് വിൽമോറിനെയും നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാസ അറിയിച്ചു. ഇരുവരെയും തിരികെ എത്തിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മസ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുനിത വില്യംസിനെയും വിൽമോറിനെയും കൊണ്ട് ജൂൺ 5-നാണ് ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചത്. ജൂൺ പകുതിയോടെ തിരികെ എത്താനായിരുന്നു പദ്ധതി. എന്നാൽ ത്രസ്റ്ററുകളുടെ തകരാറുകൾ കാരണം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാവുകയായിരുന്നു. ജൂൺ 14-ന് മടങ്ങേണ്ട പേടകം പിന്നീട് പലതവണ യാത്ര മാറ്റിവെച്ചു. സാങ്കേതിക തകരാറുകൾ പഠിക്കാൻ നാസയ്ക്ക് കൂടുതൽ സമയം ആവശ്യമായി വന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണം. സയൻസ് ഡെസ്ക്, അമൃത TV.